പരിശുദ്ധ റമളാൻ അതിന്റെ വാതിൽക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മളേറെ പ്രതീക്ഷയോടെയാണ് ആ റമളാനിലേക്ക് കയറാൻ കാത്തിരിക്കുന്നത്. അതിന്റെ കാരണം ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് സമ്മാനങ്ങൾ ആ പരിശുദ്ധ റമളാൻ നമുക്ക് കൊണ്ടുതരുന്നുണ്ട്. സാധാരണ ദിവസങ്ങൾ കടന്നു പോകുന്നത് പോലെ റമളാനും കടന്നുപോയാൽ അത് കൃത്യമായി ഉപയോഗപ്പെടുത്താതെയാണ് ആ മാസത്തിൽ നിന്ന് കടന്നു പോകുന്നതെങ്കിൽ വലിയ നഷ്ടക്കാരായിരിക്കും എന്ന പൂർണ്ണമായ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഖുത്ബകളിൽ ആവർത്തിച്ച് ആ റമളാനിന് വേണ്ടി ഒരുങ്ങണം എന്ന് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും അതിനു മുമ്പത്തെ ആഴ്ചയിലും റമളാനുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു വിഷയങ്ങൾ കടന്നു വന്നത്. കാരണം ആ വിഷയങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ സാധാരണ മാസങ്ങൾ കടന്നു പോകുന്നത് പോലെ റമളാനും കടന്നുപോയാൽ അത് വലിയ നഷ്ടമായിരിക്കും. അത് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ചരിത്രമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളുടെ മനസ്സുകളിലേക്ക് ഇട്ടുതന്നത്. ഒരു ഷഹീദിനെക്കാളും മുമ്പേ ഒരു പരിശുദ്ധ റമളാനും അതേപോലെ തന്നെ ഒരു വർഷവും പൂർണ്ണമായും ഇബാദത്തുകൾക്ക് വേണ്ടി അവസരം കിട്ടിയപ്പോ അയാളാണ് ആ ഷഹീദിനെക്കാളും മുമ്പ് സ്വർഗത്തിലേക്ക് പോയത് എന്ന വളരെ വിശാലമായ ഒരു ഹദീസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. യഥാർത്ഥത്തിൽ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഒരു റമളാന് കിട്ടിയാൽ വലിയ നേട്ടമാണ് എന്നതാണ്. അതുകൊണ്ടാണ് ആ റമളാനിന്റെ വാതിൽക്കൽ എത്തി നിൽക്കുന്നവർ എന്ന നിലക്ക് ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്ന ഓരോ വിഷയങ്ങളും എടുത്തെടുത്ത് പഠിപ്പിച്ചു തരുന്നത്. ഖുത്ബകളിലൂടെ എങ്ങനെ കടന്നു വരുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ 2 ഖുത്ബ ഈ വിഷയത്തിലായിരുന്നു. പക്ഷെ അതിൽ ഏതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എന്നത് ആത്മാർത്ഥമായി പരിശോധിക്കണം. ആ പറയപ്പെട്ട 2 ഖത്തീബുമാരിൽ നിന്ന് 2 വിഷയങ്ങളിലൂടെ കടന്നുപോയി. അതിനു പുറമെ അഹ്ലുൽ റമളാൻ എന്ന പ്രോഗ്രാമുകളിലൂടെ നമ്മൾ കേട്ടു ഒരുപാട് വിഷയങ്ങൾ. ഇതൊക്കെ നമ്മുടെ മനസ്സുകളിൽ എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും അതിനൊക്കെ ഒന്നുകൂടി കൊണ്ടുവന്ന് ഈ റമളാനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അതോടുകൂടി ഈ പറയപ്പെട്ട ഓഫറുകളൊക്കെ നേടിയെടുക്കുന്ന ഒരു അവസ്ഥാവിശേഷം യഥാർത്ഥത്തിൽ നമ്മളിൽ ഉണ്ടാകണമെന്നാണ് ആമുഖമായി സൂചിപ്പിക്കുന്നത്. കാരണം പരിശുദ്ധ റമളാൻ നഷ്ടപ്പെടാൻ പാടില്ല. എന്തിനാ റമളാൻ? എന്തിനാ നോമ്പ്? റമളാനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നോമ്പാണല്ലോ. എന്തിനാ നോമ്പ്? വിശുദ്ധ ഖുർആൻ അത് നമ്മളെ പഠിപ്പിച്ചു. അതാണ് ആമുഖമായി ഞാൻ ഓതി വെച്ച വചനം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർക്ക് നോമ്പുണ്ടായതുപോലെ. എന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നോമ്പിന്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമത തഖ്വ നേടിയെടുക്കണം. കാരണം തഖ്വയുള്ളവർക്ക് സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ. തഖ്വയുള്ളവരുടെ അമലുകളെ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. എന്താ തഖ്വ? ഏറ്റവും ചുരുക്കി ഏറ്റവും എളുപ്പത്തിൽ സൂചിപ്പിച്ചാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അത് ശിരസാവഹിക്കുക, അത് പ്രവർത്തിപദങ്ങളിലേക്ക് കൊണ്ടുവരിക. അള്ളാഹ് കൽപ്പിച്ചത് പ്രവർത്തിക്കുക, അള്ളാഹ് വിരോധിച്ചത് ചെയ്യരുത്, പാടില്ല, അടുക്കരുത് എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. നന്മകൾ ചെയ്യുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നതാണ് തഖ്വ. ആ തഖ്വ നേടിയെടുക്കാൻ റമളാനിന്റെ നോമ്പുകൾ കൊണ്ട് നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് ആ നോമ്പിന്റെ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് നഷ്ടപ്പെടാൻ പാടില്ല. അത് കിട്ടാത്തൊരു നോമ്പായി നമ്മുടെ നോമ്പായി മാറാൻ പാടില്ല. അതുകൊണ്ട് ആ റമളാനിന്റെ പകലുകളും രാത്രികളിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല ആ റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ആ റമളാനിലേക്ക് കയറേണ്ടത്. പ്രിയമുള്ളവരെ, ആ റമളാൻ നോമ്പ് നോറ്റു, വൈകുന്നേരമായി മഗ്രിബ് ബാങ്ക് കൊടുത്തു, നോമ്പ് തുറന്നു. ഒരു നോമ്പ് കഴിഞ്ഞു, അടുത്ത നോമ്പ് കഴിഞ്ഞു തുടങ്ങി, അടുത്തത് തീർന്നു, അങ്ങനെ പോകും. നോക്കേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ ഗൗരവമേറിയ ഒരു വിഷയമുണ്ട്. അത്തരം നോമ്പുകാരോട് പറഞ്ഞ ഒരു ഭാഗം നോക്കെ നമ്മളെ കുറിച്ചല്ല, നമ്മളോടല്ല എന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ചില ആളുകളുടെ നോമ്പിന്റെ പ്രശ്നമാണത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്തരം നോമ്പുകാരാകാതിരിക്കാനാണ് സൂചിപ്പിക്കുന്നത്. മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമലി ബിഹി ഫലൈസ ലില്ലാഹി ഹാജ അൻ യദഅ തആമഹു വശറാബഹു. ഒരാൾ മോശമായ വാക്കുകൾ ഒഴിവാക്കുന്നില്ല, മോശമായ സംസാരങ്ങൾ ഒഴിവാക്കുന്നില്ല, മോശമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നില്ല.
എങ്കിൽ അവന്റെ ഭക്ഷണം ഒഴിവാക്കൽ, അവന്റെ പാനീയം ഒഴിവാക്കൽ അള്ളാഹുവിന് ആവശ്യമില്ല. എന്തിനാ ഭക്ഷണം ഒഴിവാക്കുന്നത്, എന്തിനാ പാനീയം ഒഴിവാക്കുന്നത്? അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ, അങ്ങനെയാണ് നോമ്പ് നോക്കുന്നതെങ്കിൽ ആ നോമ്പേ അള്ളാഹ്ക്ക് ആവശ്യമുള്ളൂ. തിന്മകളിൽ നിന്ന് മാറി നിന്നിട്ടായിരിക്കണം നോമ്പ് നോക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, റബ്ബ സ്വായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ്, എത്രയെത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, അവന്റെ നോമ്പ് കൊണ്ട് അവന് വിശപ്പ് എന്നതല്ലാത്ത മറ്റൊന്നുമില്ല, അവനാകെ കിട്ടിയത് വിശപ്പ് മാത്രമാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണ്. അതേപോലെ തന്നെ റുബ്ബ ഖായിമിൻ, എത്രയെത്ര നിന്ന് നമസ്കരിക്കുന്നവരാ, എത്ര നമസ്കാരക്കാരാണ്, ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവന്റെ ആ നമസ്കാരം കൊണ്ട് കേവലം ക്ഷീണം എന്നതല്ലാത്ത മറ്റെന്താണ് അവന് ലഭിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ നോമ്പ് അങ്ങനെയാകാൻ പാടില്ല, നമ്മുടെ രാത്രി നമസ്കാരം അങ്ങനെയാകാൻ പാടില്ല, നമ്മുടെ ഒരു നമസ്കാരവും അങ്ങനെയാകാൻ പാടില്ല. നമസ്കാരം കൊണ്ട് കിട്ടേണ്ടത് അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം, നോമ്പ് കൊണ്ട് കിട്ടേണ്ടത് നേടിയെടുക്കാൻ കഴിയണം. അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. റമദാനിലേക്ക് കയറുമ്പോ തന്നെ തിരുത്താനുള്ളതൊക്കെ തിരുത്തി ശരിയാക്കാനുള്ളതൊക്കെ ശരിയാക്കിയിട്ട് കയറണം. സാധാരണ നമുക്കിടയിലെ ആളുകൾ പറഞ്ഞു പോകുന്ന ഒരു വാചകമുണ്ട്, നമ്മളൊന്ന് ചെറിയതായിട്ട് എഡിറ്റ് ചെയ്യണം. പലപ്പോഴും ഇത്തരം ഖുതുബകൾ കേൾക്കുമ്പോ, ഇത്തരം സംസാരങ്ങൾ കേൾക്കുമ്പോ നമ്മൾ ആലോചിക്കും, ഈ റമദാന് എന്തായാലും നന്നാവണം. നമ്മൾ ചിന്തിക്കുന്ന പറഞ്ഞു പോകുന്ന വാചകമാണ്, റമദാനായിട്ട് ഒന്ന് നന്നാവണം, ഒന്ന് മാറ്റിപ്പിടിച്ച് നന്നായിട്ട് റമദാനിലേക്ക് പ്രവേശിക്കണമെന്ന് തീരുമാനിച്ചു നോക്ക്. നന്നായിട്ട് റമദാനിലേക്ക് പ്രവേശിക്കണം. ആ രീതിയിലാണ് നമ്മളുടെ യാത്ര പോകേണ്ടത്. കാരണം റമദാനിലേക്ക് പ്രവേശിച്ചു ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുമ്പോ ആ ചളികളൊക്കെ അവിടെ തന്നെ ഉണ്ടെങ്കിൽ, ഒരു ഉദാഹരണം നോക്കി, ഒരു ബക്കറ്റിൽ ഒരുപാട് ചളിയുണ്ട്, ആ ബക്കറ്റിലെ മുകൾ ഭാഗത്തുള്ള ചളികളൊക്കെ ഒഴിവാക്കിപ്പോയി, അവസാന അടിഭാഗത്ത് മാത്രം ചളിയുണ്ട്. അത് അവിടെ തന്നെ വെച്ചിട്ടാണ് അതിലേക്ക് ശുദ്ധമായ വെള്ളം ഒഴിക്കുന്നതെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവുക? ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. എന്തുകൊണ്ടാ? അതിൽ ചളിയുണ്ട്. നേരെ മറിച്ച് ആ ചളിയും കൂടി കഴുകി വൃത്തിയാക്കി ശുദ്ധമായ ബക്കറ്റാക്കി മാറ്റി അതിലേക്ക് ശുദ്ധവെള്ളം ഒഴിച്ചാൽ അത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ചിന്ത, ഈ ഒരു ആലോചന നമ്മളുടെ വിഷയത്തിൽ, നമ്മുടെ മനസ്സിന്റെ വിഷയത്തിൽ കൊണ്ടുവരണം. മനസ്സിനെ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതാനും ഭാഗങ്ങൾ കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ നന്നാക്കിയിട്ട് എല്ലാ പാപങ്ങളുടെയും കറകൾ മായിച്ചിട്ട് വേണം പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ. തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അങ്ങനെ റമദാനിലേക്ക് പ്രവേശിച്ച്, റമദാനിലേക്ക് കയറിയാൽ തന്നെ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാപങ്ങൾ പൊറുക്കുന്നത്, ഒരുപാട് പാപങ്ങൾ അല്ലാഹു അല്ലാതെ പൊറുത്തു തരും. എന്തായിരുന്നാൽ നമ്മളുടെ ഓർമ്മയിലുള്ള, നമ്മുടെ മനസ്സിലുള്ള, നമ്മുടെ ചിന്തയിലുള്ള ഒരു തിന്മയുമില്ല, അതൊക്കെ മായിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അത്തരത്തിൽ ശുദ്ധമായ ഒരു ഹൃദയത്തോടെ, ശുദ്ധമായ ഒരു ശരീരത്തോടെ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണമെന്നതാണ് സൂചിപ്പിച്ചത്. റമദാനായിട്ട് നന്നാവാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ഗൗരവമേറിയ നമ്മളുടെ മനസ്സിനോട് ചോദിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. നമ്മൾ റമദാനിൽ നോമ്പ് നോറ്റു, നിസ്കരിച്ചു, സക്കാത്ത് കൊടുത്തു, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന്റെ പാരായണം ചെയ്തു, ഒരുപാട് നന്മകൾ പ്രവർത്തിച്ചു. ചില ആളുകൾ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പെൻഡിങ്ങിൽ വെക്കും, എടുത്തു വെക്കും, സ്വീകരിക്കൂല. ഗൗരവമേറിയ ഒരു ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആളുകളെ പരിചയപ്പെടുത്തി തന്നത് ആരെയാണ്? കുടുംബ ബന്ധം മുറിച്ചവരെയാണ്. ബന്ധം മുറിച്ചവർ, നമ്മൾ ആലോചിച്ച് നോക്കുക, ബന്ധം മുറിച്ച ആളുകളുടെ കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കുകയില്ല എന്നതാണ്. എത്രത്തോളം കൃത്യമായി പഠിപ്പിച്ചു തന്നു നമുക്ക്. എത്ര കൃത്യമായിട്ടാണ് ഓരോ ദിവസവും, ഒരാഴ്ചയിലും വെള്ളിയാഴ്ച രാത്രി, അതായത് വ്യാഴാഴ്ച കഴിഞ്ഞ്, അതേപോലെ തന്നെ തിങ്കളാഴ്ച കഴിഞ്ഞുള്ള രാത്രികളിൽ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ചെയ്ത നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോയി റബ്ബിന് സമർപ്പിക്കുമ്പോ ഫലാ യുഖബലു ഖാതി റഹ്മിൻ, കുടുംബബന്ധം മുറിച്ചവന്റെ കർമ്മങ്ങൾ അവിടെ പെൻഡിങ് വെക്കും, സ്വീകരിക്കൂല. അത് ബന്ധം മുറിച്ച ആളല്ലേ, അത് അവിടെ വെച്ചോ, അത് സൈഡ് വെക്ക്, വേണ്ട. അള്ളാഹ് സ്വീകരിക്കാത്ത കർമ്മങ്ങൾ കൊണ്ട് എന്ത് ഗുണമുള്ളത്? അള്ളാഹ്ക്ക് വേണ്ടെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ നമ്മുടെ ചെയ്ത കർമ്മങ്ങൾ? അതുകൊണ്ട് ഒരാളോടും ബന്ധം മുറിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം ഗൗരവത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. നോക്കേ, അള്ളാഹു മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ചു. ആ സമയത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പെട്ടതാണ് ജീവിതവും മരണവും, അതേപോലെ തന്നെ എന്താണ് ബന്ധം ചേർക്കൽ. അവിടുന്ന് ആ സമയത്ത് ബന്ധം ചേർക്കൽ എന്നത് റബ്ബിനോട് ചോദിച്ചു വാങ്ങിയതുണ്ട്. റബ്ബേ,
എനിക്ക് വേണം എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിയത് എന്നെ ചേർക്കുന്നവനെ നീ ചേർക്കണം, എന്നെ ചേർക്കുന്നവനെ നീ ചേർക്കണം, എന്നെ മുറിക്കുന്നവനെ നീ മുറിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടി മൻ വസലകി വസൽതുഹു വമൻ ഖതഅകി ഖതഅതുഹു. നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും, നിന്നെ ചേർത്തവനെ ഞാനും ചേർക്കും, നിന്നെ മുറിച്ചവനെ ഞാനും മുറിച്ചു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞ് ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എത്ര ഗൗരവമുണ്ട്! സ്വർഗ്ഗപ്രവേശനം ഇല്ല എന്നാണ്, സ്വർഗ്ഗത്തിൽ കയറാൻ കഴിയില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, ബന്ധം ചേർക്കാത്തവൻ, ബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. പ്രിയമുള്ളവരെ, ബന്ധം മുറിഞ്ഞു നിൽക്കുന്നവർ ഗൗരവത്തിൽ ആലോചിക്കണം, എന്തിന്റെ പേരിലാ മുറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കാണുന്ന ഈ മുറിയലുകളൊക്കെ പരിശോധിച്ചാൽ വളരെ നിസ്സാരമായ കാരണങ്ങളുടെ പേരിലാ മുറിഞ്ഞു പോയിട്ടുള്ളത്. ഓ കല്യാണത്തിന് വിളിച്ചിട്ടില്ല, ഓ കല്യാണത്തിന് വിളിച്ചിട്ട് വന്നിട്ടില്ല, അവൻ അങ്ങോട്ട് പോയപ്പോ എന്നെ നോക്കിയിട്ടില്ല, അവൻ എന്നോട് സലാം പറഞ്ഞിട്ടില്ല, അവൻ അന്ന് കൊടുത്ത 10 രൂപ തിരിച്ചു തന്നിട്ടില്ല, ഞാൻ ഫോൺ വിളിച്ചിട്ടും ഫോൺ എടുത്തിട്ടില്ല. നിസ്സാരമായ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ്, പലതിനും കാരണങ്ങൾ ഉണ്ടാകാം, എടുക്കാത്തതിന് കാരണം ഉണ്ടാവാം. നല്ല ചിന്തയോടുകൂടി നല്ല രീതിയിൽ സംസാരിച്ച ഒരു സലാം പറഞ്ഞാൽ തീരുന്ന ആ പ്രശ്നം, ഒന്ന് സലാം പറഞ്ഞ, ഒരു ഫോൺ വിളിച്ച് സലാം പറഞ്ഞാൽ തീരുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. ഒന്ന് നേരിട്ട് വീട്ടിൽ പോയി ഒരു 1/2 കിലോ ഫ്രൂട്ട്സ് വാങ്ങി വീട്ടിൽ പോയിട്ട് സന്തോഷത്തോടു കൂടി കണ്ട് ആ 10 മിനിറ്റ് സംസാരം കൊണ്ട് തീരുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ അതിനെങ്ങനെ പിടിച്ചു നിൽക്കാൻ ചില ആളുകൾ അഭിമാനത്തോട് പറയും, ഞാൻ ഓളോട് അന്ന് മിണ്ടൂല എന്ന് പറഞ്ഞതാൽ 8 കൊല്ലായി 10 കൊല്ലായി ഞാൻ മിണ്ടിയിട്ടില്ല. അഭിമാനാണ്. എന്താ അഭിമാനാണ് പ്രിയമുള്ളവരെ? എന്താ അതിന്റെ മറ്റൊരർത്ഥം അറിയോ? എന്റെ സൽക്കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കാതെ പെൻഡിങ്ങിൽ വെക്കുന്നത് 8 കൊല്ലായി എന്നാണ്. 8-10 കൊല്ലായി എന്റെ ഒരു കർമ്മം അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല, അഭിമാനത്തോടെ പറയുന്നതാണ്. പലപ്പോഴും പല ആളുകളിൽ നിന്നും കേട്ടിട്ടുണ്ട്, ഞാൻ അന്ന് പറഞ്ഞാ മുണ്ടൂല, ഒന്നിട്ട് മിണ്ടട്ടെ. എന്തിനാ അതിന് വാശി? എന്തിനാ വാശി? പ്രിയമുള്ളവരെ, മരിച്ചു പോകേണ്ടവരാ നമ്മൾ. നിസ്സാരമായ എന്തെങ്കിലും ഒരു രോഗത്തിന്റെ ആവശ്യമില്ല, മുകളിലേക്ക് വലിച്ച ശ്വാസം താഴോട്ട് വിടേണ്ടതില്ല എന്ന റബ്ബിന്റെ തീരുമാനം വന്നാൽ അതോടുകൂടി കഴിഞ്ഞു മനുഷ്യന്റെ ജീവിതം. കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ചയില് നമ്മളെ തൊട്ടടുത്ത പ്രദേശത്താണ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, 40 വയസ്സിന്റെ താഴെയാണ് മനുഷ്യൻ. അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. 40 വയസ്സിന്റെ താഴെ. എന്താ പ്രശ്നം എന്നറിയോ? കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, അതൊന്നല്ല മരണകാരണം. പിന്നീട് പറയുന്നത്, അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ലെൻസിലേക്ക് വെള്ളം കയറിപ്പോയി എന്നാണ്. ലെൻസിൽ വെള്ളം കയറി. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, നമ്മൾ വെള്ളം കുടിക്കുമ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഡിസ്പ്ലേയിൽ വെള്ളം കയറുന്ന നമുക്കറിയാം, ഫോണില്. അതുകൊണ്ട് ഫോണ് ചത്തുപോകുന്ന അറിയാം, അതിന് ഒരുപാട് പ്രശ്നം ഉണ്ടാവും അറിയാം. ഇതുപോലെ ശരീരത്തിന്റെ അകത്തേക്ക് കയറേണ്ടതില്ലാത്ത ഭാഗത്തേക്ക് വെള്ളം കയറിയാൽ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായി, ജീവിതം അവസാനിച്ചു. അതിന്റെ പേരെ മരണം. അതോടുകൂടി കഴിഞ്ഞു എല്ലാം. എന്നിട്ട് ആ അത്രയും നിസ്സാരമായ നമ്മൾ ഇതിങ്ങനെ പിടിച്ചിക്കാണ്. 5 കൊല്ലായി 10 കൊല്ലായി എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കാരണങ്ങളുടെ പേരിൽ. പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ബന്ധം മുറിക്കലിൽ നമ്മൾ സാക്ഷിയാണെങ്കിൽ, നമ്മൾ ഉണ്ടെങ്കിൽ, ഒന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോ ഒന്ന് വിളിക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക. തെറ്റ് അവരുടെ ഭാഗത്താണ് എന്ന് ഉറപ്പുണ്ടെങ്കിലും, തെറ്റ് നമ്മുടെ ഭാഗത്താണ് എന്ന് ഉറപ്പുണ്ടെങ്കിലും, എന്തുണ്ടായാലും പ്രശ്നമല്ല, നമ്മൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാവുക. എന്തിനാ? സ്വർഗം കിട്ടണം. കാരണം എന്റെ സ്വർഗപ്രവേശനം ഇത് തടയപ്പെടും, എന്റെ നന്മകൾ റബ്ബ് സ്വീകരിക്കാതിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരാളോടും ബന്ധം മുറിക്കുകയില്ല എന്ന് ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നല്ല ബന്ധത്തോടുകൂടി മുമ്പോട്ട് പോകണം. എത്രത്തോളം പാരന്റ്സിനോട് പോലും, മാതാപിതാക്കളോട് പോലും മിണ്ടാത്ത ആളുകളായിട്ടാണ് പലപ്പോഴും കടന്നു പോകുന്നത്. മക്കള് കുറെ പ്രായമായി, ആ ഉമ്മ സംസാരിച്ച ഏതോ ഒരു ഡയലോഗിന്റെ പേരിൽ, ഉമ്മ കൊടുത്ത ജ്യേഷ്ഠന് കൊടുത്തതും 5-ന് കൊടുത്തതും കുറച്ച് കുറഞ്ഞതിന്റെയും കൂടിയതിന്റെ പേരില് ഉമ്മനോട് മിണ്ടുന്നില്ല, ഉപ്പനോട് മിണ്ടുന്നില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റിളല്ലാഹു ഫീ റിളൽ വാലിദ് വസഖ്തുല്ലാഹ് ഫീ സഖ്തിൽ വാലിദ്. അല്ലാഹുവിന്റെ ഇഷ്ടം മാതാപിതാക്കളുടെ ഇഷ്ടത്തില, അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തില. അത്ര ഗൗരവത്തില നമ്മളെ പഠിപ്പിച്ചത്. എന്നിട്ട് ചെറിയ കാരണം നമ്മൾ ആലോചിച്ചാൽ മതി. തെറ്റി നിൽക്കുന്നവർക്കാലേക്ക് എന്തിന്റെ പേരിലാ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റൂലേ? എന്തിന്റെ പേരിലാ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാതെ? വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചില്ലേ? എത്ര വലിയ പ്രശ്നം എടുത്തിട്ടാണ് ഇസ്ലാം നമുക്കത് പഠിപ്പിച്ചു തന്നത്. ഉഹുദിന്റെ പരാജയമാണ് നമുക്കതിൽ ഗുണപാഠം പഠിപ്പിച്ചത്. ഉഹുദിന്റെ പരാജയം. ഉഹുദിൽ പരാജയപ്പെടാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 50 ആളുകൾ അവിടെ നിർത്തിയിട്ട്
യുദ്ധം കൊടുമ്പരി കൊണ്ട് വിശ്വാസികൾ ജയിച്ചു എന്നർപ്പിച്ചു. മുകളിൽ നിന്ന് പെർമിഷൻ കിട്ടാതെ താഴേക്ക് വന്നു. 40ഓളം ആളുകൾ താഴേക്ക് വന്നിട്ട് പിന്നീട് 70ഓളം ആളുകൾ കൊല്ലപ്പെടാൻ, ഷഹീദുകളാകാൻ കാരണം എന്താ? ഈ ആളുകൾ കാണിച്ച അനുസരണയില്ലായ്മയായിരുന്നു. ആ മനുഷ്യന്മാരോട് പോലും പുറത്തു കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്, ഖുർആനിന്റെ ആയത്ത് പഠിപ്പിച്ചത്. അത്ര വലിയ ഗൗരവമുള്ള തിന്മകളൊന്നും ആരും പരസ്പരം അങ്ങോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഈ പറയുന്ന ബന്ധം മുറിച്ചവരൊന്നും എന്തോ ചെറിയ ഏതെങ്കിലും കാരണത്തിന്റെ പേരിലാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ ആകുന്നതിന് മുമ്പ് അതൊന്ന് സെറ്റാക്കാൻ, അതൊന്ന് റെഡിയാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരാളോടും പിണങ്ങി നിൽക്കാൻ പാടില്ല. പെർമിഷൻ തന്നിട്ടുണ്ട് മാക്സിമം 3 ദിവസം, പരമാവധി 3 ദിവസം. ഹദീസ് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു, ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക 3 ലയാൽ. പരമാവധി 3 ദിവസം. അതുണ്ടാവും, മനുഷ്യ സഹജമാണ്. കാരണം ചെയ്ത ദ്രോഹം ചിലപ്പോൾ അത്രയും വലുതാകും. അതുകൊണ്ട് അന്ന് മിണ്ടാൻ കഴിയില്ല. പിറ്റേ ദിവസം അതിനെ പിടിച്ചെത്താ ഒരു 2 ദിവസം കഴിയുമ്പോ അതൊന്ന് ശരിയാക്കാൻ നമുക്ക് കഴിയണം. സാരല്ല, കുഴപ്പമില്ല, പുറത്തു കൊടുക്കണം. കാരണം വലിയ ഗൗരവം ചില വിഷയങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശിരി എന്ന് പറയപ്പെടുന്ന സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആള്. ഒന്നാമത്തെ പേര് ആരുടേതാ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. അബൂബക്കർ വലിയകളുടെ ഔലിയാക്കളുടെ പേരുകൾ പറയുമ്പോൾ ഒന്നാമത്തെ പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാ. നമ്മൾ നാലേക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട വിഷയം പ്രശ്നം ഉണ്ടായപ്പോ അദ്ദേഹം സഹായിച്ചിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇനി സഹായം കൊടുക്കൂലാൻ തീരുമാനിച്ചു. വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ആയത്തിറക്കിയിട്ടാണ് അതിനെ തിരുത്തിയത്. ശരിയല്ല, അവർക്ക് കൊടുക്കണം, പുറത്തു കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. എത്ര ആയത്തുകൾ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു. അതുകൊണ്ട് അത് സാരല്ല, കുഴപ്പമില്ല, എനിക്ക് വലിയ പ്രശ്നമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്ന ഒരു അവസ്ഥാ വിശേഷം നമ്മളിലേക്ക് ഉണ്ടാകണം. സ്വർഗപ്രവേശനത്തിന് അത് കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ ദുനിയാവെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ ഇപ്പൊ വരും. വന്നു പോയി, സംഭവം കഴിഞ്ഞു. പിറ്റേ ദിവസം ഇതേ ഡയലോഗ്, ഇതേ കാര്യങ്ങൾ, ഇതേ ആൾ വരുന്നു. 3-ാമത്തെ ദിവസം ആവർത്തിക്കുന്നു. പിന്നീട് ഒരു സ്വഹാബി അദ്ദേഹത്തിന് വീട്ടിൽ പോയി താമസിച്ചു. 3 ദിവസം താമസിച്ചു. എന്താണ് അദ്ദേഹം കൂടുതലായി ചെയ്യുന്നത് എന്ന് നോക്കാൻ ഒന്നുമില്ല. സാധാരണ ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ കൂടുതൽ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. ഈ പറയാനുള്ള കാരണം പിന്നീട് പ്രവാചകനിൽ നിന്നൊക്കെ മനസ്സിലായത്, അദ്ദേഹം ഓരോ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോ അദ്ദേഹം പറയുന്നത്, എനിക്കൊരാളോട് ദേഷ്യമില്ല, ഒരാളോട് ചൊടിയില്ല, ഞാൻ വൈരാഗ്യം വെച്ചിറക്കുന്നില്ല. പ്രിയമുള്ളവരെ, സ്വർഗപ്രവേശനത്തിന് കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വിഷയം ഇതാണെങ്കിൽ നമ്മുടെ സ്വർഗപ്രവേശനത്തിന്റെയും കാരണം ഇതാകണം. നരകപ്രവേശനത്തിന് കാരണമായി മാറരുത് ഈ ബന്ധമുറിക്കൽ, ഈ പിണങ്ങി നിൽക്കൽ. അതുകൊണ്ട് ഉണ്ടെങ്കിൽ തിരുത്താനുള്ള ഏറ്റവും നല്ല സമയമായത്. എന്റെ നന്മകൾക്ക് വേണ്ടി, എന്റെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം എന്നതാണ് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ പരിശുദ്ധ റമളാൻ വളരെ വേഗത്തിൽ കടന്നുപോകും. സമയങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. നന്മകൾക്ക് വേണ്ടി സമയത്ത് ഉപയോഗപ്പെടുത്തണം. കാരണം തിരക്കുകളായിരിക്കും, പല രീതിയിലുള്ള ആളുകളാണ് മുമ്പിലിരിക്കുന്നത്. കച്ചവടക്കാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. കാരണം ഈ സമയം പ്രത്യേകിച്ച് പരീക്ഷയുമായി ബന്ധപ്പെട്ട സമയമാണ്. അതേപോലെ തന്നെ കച്ചവടക്കാർക്ക് ഒരുപാട് കച്ചവടം കിട്ടുന്ന സമയമാകാം. നമ്മൾ ആലോചിക്കേണ്ടത്, എന്തു തിരക്കുണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഞാൻ നന്മകൾക്ക് വേണ്ടി ഇന്ന സമയം മാറ്റിവെക്കും. അങ്ങനെ സമയം മാറ്റിവെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നന്മകൾ വാരിക്കൂട്ടാൻ. കാരണം റമദാൻ വരുമ്പോൾ എന്തായാലും എല്ലാം കൊണ്ടുവരും. നമ്മൾക്ക് എന്തൊക്കെ കിട്ടി എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ചില ആളുകൾ പറയാറുണ്ട്, റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു കടൽ പോലെയാണ് എന്നിട്ട് പറഞ്ഞത്. ചില ആളുകൾ കടലിനെ എങ്ങനെ നോക്കിയിട്ട് ആസ്വദിക്കും. ചില ആളുകൾ അതിലേക്ക് കാലിറക്കി വെച്ചിട്ട് കാൽ നനയുമ്പോൾ ഒരു ആസ്വാദനമുണ്ട്, അത് ആസ്വദിക്കും. ചില ആളുകൾ അതിൽ മുങ്ങിക്കുളിച്ചിട്ട് ആസ്വാദിക്കും. ചില ആളുകൾ അതിൽ നിന്ന് മീൻ പിടിച്ചിട്ട് ആസ്വദിക്കും. ചില ആളുകൾ അതിന്റെ അടിയിലേക്ക് പോയി മുത്തുകളും പവിഴങ്ങളും വാരിയിട്ട് അതിൽ ഉപയോഗപ്പെടുത്തും. പ്രിയമുള്ളവരെ, നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് റമദാനിന്റെ എല്ലാ നന്മകളെയും നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ്. അങ്ങനെ കൊണ്ടുവന്ന അതിഥിയായി പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ നേടിയെടുക്കാൻ നമുക്കൊരുത്തേക്കും സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും റമദാന് കഴിഞ്ഞു പോകുമ്പോൾ പറയും, എത്ര പെട്ടെന്നാണ് റമദാന് പോയത്, ഇത്ര വേഗം പോകുമെന്ന് വിചാരിച്ചില്ല. ഇങ്ങനെയൊക്കെ ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ കളയും. പ്രിയമുള്ളവരെ, നഷ്ടമാക്കാതെ സമയത്ത് കൃത്യമായി പ്ലാൻ ചെയ്യാൻ നമുക്ക് കഴിയണം. സുബഹി നമസ്കാരത്തിന് ശേഷം എന്ത്, ദുഹറിന് ശേഷം എന്ത്, അല്ലെങ്കിൽ എന്റെ ജോലി ഇത്ര സമയമാണ്, ഇതിന് ശേഷം ഞാൻ എന്തൊക്കെ ചെയ്യും, ഞാൻ ഖുർആൻ ഓതുന്ന സമയം ഏതാണ്, ഞാൻ ദാനധർമ്മത്തിന് വേണ്ടി സമയം എത്രയാണ് മാറ്റിവെക്കുന്നത്. ഇങ്ങനെ ഓരോന്നിനും കൃത്യമായ സമയത്തെ പ്ലാൻ ചെയ്താൽ ഒരുപാട് നന്മകൾ നേടിയെടുക്കാൻ വേണ്ടി കഴിയും.
നന്മകൾക്ക് അവസരം ഇഷ്ടം പോലെയുണ്ട്. പ്രത്യേകിച്ചും നമ്മൾക്ക് സാധാരണ കേട്ട് പരിചയമുള്ള ഒരു ഹദീസാണ് പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട്, നോമ്പ് തുറപ്പിക്കലുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവസരം, വലിയൊരു അവസരമാണത്. നമ്മൾ നോമ്പ് നോക്കുമ്പോൾ എത്ര പ്രയാസമുണ്ട് നമുക്കറിയാം, പക്ഷെ വലിയ നന്മയുണ്ട് അതിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നിർവഹിച്ചു പോകുന്നു. പക്ഷേ നോമ്പ് തുറപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് നോമ്പ് തുറന്ന ആളുകളുടെ മുഴുവൻ പ്രതിഫലവും അതിൽ നിന്ന് ഒന്നുപോലും കുറയുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലാ യൻഖുസു മിൻ അജ്രി സ്വാഇമി ശൈഅ. ഒരു നന്മ പോലും കുറയാതെ അവൻ എന്തൊക്കെ കിട്ടോ അതൊക്കെ കിട്ടും നോമ്പ് തുറപ്പിച്ചാൽ. അപ്പൊ നമുക്കതിലെന്ത്, നോമ്പ് തുറപ്പിക്കലുമായി ബന്ധപ്പെട്ട് എന്താ നമുക്ക് ചെയ്യാൻ കഴിയാ? സമ്പത്ത് കൊടുക്കാൻ കഴിയുന്നവരുണ്ട്, അത് കൊടുക്കാം. എല്ലാവർക്കും അത് കഴിയില്ല. ചില ആളുകൾക്ക് ശാരീരികമായി സഹായിക്കാനേ പറ്റുക, അല്ല ടേബിൾ എടുത്തു വെക്കാൻ, അവിടെ പിന്നെ പ്ലേറ്റ് വെക്കാൻ, അതിലേക്ക് ഭക്ഷണം മുറിച്ചു വെക്കാൻ, അങ്ങനെ എന്തിലൊക്കെയാണോ നമുക്ക് ആ വിഷയത്തിൽ ഇടപെടാൻ പറ്റുക, അതിനൊക്കെ ഈ വലിയ നന്മകൾ നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ നീയത്ത് നന്നാക്കി അത്തരം പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും ഇവിടെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് അത്തരം സംവിധാനങ്ങളുണ്ട്. സമ്പത്ത് എന്തായാലും പ്രശ്നം തന്നെയാണ്, സാമ്പത്തിക ചെലവ് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇവിടെ അറിഞ്ഞിടത്തോളം 1000 രൂപയാണ് ഒരാൾക്കുള്ള ഒരു ഷെയർ. ഒരു 1000-ത്തിലധികം ചെലവുണ്ടാവും. പക്ഷെ എന്നാലും ഒരാൾ 1000 രൂപ എടുക്കാന്നാണ് തീരുമാനിച്ചത്. പിന്നെ ചില ആളുകൾക്ക്, കഴിയുന്ന ആളുകൾക്ക് 2-3 ഷെയറുകൾ എടുക്കാം. അങ്ങനെ അതിൽ പങ്കാളികളാകാം. അത് ആ നന്മയിൽ പങ്കുചേർന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്താകുമ്പോഴും ഇവിടെ നോമ്പ് മുറിക്കുന്നവരുടെയൊക്കെ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുത്താൻ അതിന് സംവിധാനമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഈ റമദാനിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നേടിയെടുക്കാൻ, ഈ റമദാൻ എന്ന് പറയുമ്പോ ഒരിക്കലും വിശുദ്ധ ഖുർആനിനെ മാറ്റിവെച്ചുകൊണ്ട് ഒരിക്കലും റമദാനിനെ പറയാൻ പറ്റൂല. കാരണം ആ നിലക്കാണ് അള്ളാഹു അതിനെ പരിചയപ്പെടുത്തി തന്നത്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാനിലാണ് ഖുർആൻ ഇറക്കിയത്. റമദാനും ഖുർആനും നല്ല ബന്ധമുണ്ട്. ഇനി നമ്മളും റമദാനും ഖുർആനും നല്ല ബന്ധം ഉണ്ടാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ഖുർആനുമായി ബന്ധപ്പെട്ട് അതിന്റെ പാരായണത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന സമയത്ത് ഇന്ന് ഇത്ര ഓതും, അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത്. പലപ്പോഴും തുടക്കത്തിലുള്ള ആവേശം അവസാനത്തിൽ നഷ്ടപ്പെടാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആദ്യമൊക്കെ 3 നോമ്പ് കഴിയുമ്പോൾ 7-8 ജുസുകൾ പൂർത്തീകരിച്ച് ഇങ്ങനെ പോയാൽ 3-4 ഖത്തം തീർക്കുമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ 27-ാമത്തെ 28-ാമത്തെ നോമ്പാകുമ്പോ 20-22 ജുസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പലപ്പോഴും അങ്ങനെയൊക്കെ നഷ്ടപ്പെടാറുണ്ട് തിരക്കുകളിൽ പെട്ടുകൊണ്ട്. അതുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്യുക. എത്ര പ്രാവശ്യം എനിക്കോതാൻ കഴിയും? എല്ലാവരുടെയും അവസ്ഥ ഒരേപോലെയല്ല, ഓരോരുത്തരുടെയും അവസ്ഥകൾ വേറെ വേറെയാണ്. പക്ഷെ നമുക്ക് പ്ലാൻ ചെയ്യാം, നമുക്ക് തീരുമാനിക്കാം. ഒരു ദിവസം 1 മണിക്കൂർ സമയം ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാൽ അതിന് പറ്റും. അങ്ങനെ പ്ലാൻ ചെയ്യാൻ. ഇനി പാരായണം മാത്രമല്ലല്ലോ, പലപ്പോഴും നമ്മൾക്കിടയിൽ അത് മാത്രമായി മാറുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഖുർആൻ പാരായണം മാത്രമായിട്ട് മാറുക, അങ്ങനെ ആവരുത്. അതുകൊണ്ട് ഖുർആൻ പാരായണം, ഖുർആൻ പഠനം, ഖുർആൻ ഹിഫ്ള് പഠിച്ചത് പുറത്തു കൊണ്ടുവരും. മദ്രസയിൽ നിന്ന് അന്ന് പഠിച്ച 10, 20, 25, 30 സൂറത്തുകൾ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഒന്നും അറിയില്ല. പലപ്പോഴും പല ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സൂറത്ത് അറിയോ? ഒന്ന് നോക്കിയാൽ കിട്ടും. അധികം ആളുകൾ പറയുന്ന ഡയലോഗാണ്, ഒന്ന് നോക്കിയാൽ കിട്ടും. അത് നോക്കാനുള്ള ഏറ്റവും നല്ല സമയം റമദാൻ. നോക്കണം. പുതിയ സൂറത്ത് 2025 വന്ന റമദാനിലാണ് ഞാൻ ഇന്ന സൂറത്ത് ഹിഫ്ളാക്കിയത്, ഈ സൂറത്ത് ഹിഫ്ളാക്കിയത്, ഇത്ര ആയത്ത് ഹിഫ്ളാക്കിയത് എന്ന് പറയാൻ നമുക്കറിയണം. ഇത്ര സൂറത്തിന്റെ അർത്ഥം എനിക്കറിയാം, ഞാൻ ഇത് പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം നമുക്കറിയോ? പരിശോധിക്കേണ്ടതുണ്ട്. 114 സൂറത്തുകൾ എത്ര സൂറത്തിന്റെ അർത്ഥമായി എനിക്കറിയാം. അള്ളാഹു നമുക്ക് വേണ്ടി ഇറക്കിയ ഖുർആൻ, ആ ഖുർആനിൽ നിന്ന് എനിക്കെന്തറിയാം? പരിശോധനക്ക് വിധേയമാക്കണം. റമദാനിനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് റമദാനും നമ്മളും ഖുർആനും നല്ല ബന്ധത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. ഏത് സൂറത്ത് ഓതിയാലും മറ്റൊരാൾക്ക് വേണ്ടി ഓതേണ്ടതില്ല. പലപ്പോഴും ഓന് ഇത്ര പറഞ്ഞ് ഓന് പിന്നെ 5 ജുസ് ആയിട്ടുണ്ട്, എന്റെ 3 ആയിട്ടുള്ളൂ, അങ്ങനെ വേഗതയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന് ഒരക്ഷരത്തിനാണ് പ്രതിഫലം പഠിപ്പിച്ചത്. ഒരക്ഷരത്തിന് 10 പ്രതിഫലം, ഏറ്റവും ചുരുങ്ങിയത്. അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 30 പ്രതിഫലം. അത് ഖുർആനിൽ ഏത് സൂറത്ത് ഓതിയാലും കിട്ടും. സൂറത്തുൽ നാസും ഫലക്കും ഇഖ്ലാസും നസ്റും അസ്റും, അങ്ങനെ ഏത് സൂറത്ത്, ഇത്ര ചെറിയ സൂറത്ത് ഓതിയാലും, നിന്നിട്ട് ഓതിയാലും ഇരുന്നിട്ട് ഓതിയാലും, ഇത്ര വലിയ സൂറത്ത് ഓതിയാലും, ഹിഫ്ളുള്ള സൂറത്ത് ഓതിയാലും, ഒരു സൂറത്ത് ഓതി വീണ്ടും അതേ സൂറത്ത് ഓതിയാൽ കൂലിട്ടാൽക്കൂല, അതും കിട്ടും. അല്ലെ, വണ്ടിയിൽ പോകുമ്പോൾ അതും കിട്ടും. പള്ളിയിൽ തന്നെ ഇരുന്നോന്നൊന്നുമില്ല, എപ്പോഴൊക്കെ ഓതാൻ പറ്റുമോ ഓത്. അങ്ങനെ ഖുർആനിനോട് നമ്മൾ ചേർന്ന് നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പരിശുദ്ധ റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.